എനിക്ക് ആദ്യമായിട്ട് അറ്റാക്ക് വരും തോന്നിയത് അന്ന് അവിടെ ഇരുന്നപ്പോഴും പിന്നെ ഫ്ലൈറ്റിന് ദുബായിൽ ഇറങ്ങിയപ്പോഴും. അല്ല, കാരണം മൂവി കാണാറ് ഞാൻ അഭിനയിച്ച മൂവി തന്നെ കാണുന്നത് കുറവാണ്, കാരണം കുറവാണ് ഇറങ്ങുന്നത്, അതുകൊണ്ടാണ്. എപ്പോഴും നമ്മൾ സ്ത്രീകളുടെ പക്കത്താണ്. ഇപ്പോൾ ഈ മൂപ്പിലകത്ത് എൻ്റെ കവളത്തിട്ടൊരു അടി അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചൊരു അടി അടിച്ചാൽ നിങ്ങളെല്ലാവരും കൂടെ എന്നെ ഇടിക്കുള്ളൂ. ഇത്ര വല്ലതും ചെയ്യുമോ? ഇപ്പം ഞാനിങ്ങനെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്കും. കൂടുതൽ സ്ത്രീകൾക്കാ, പുരുഷന്മാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കള്ളു കുടിച്ച് വണ്ടി ഓടിക്കാം, നിങ്ങൾ രണ്ടെണ്ണം അടിച്ചാലും വണ്ടി ഓടിച്ച് ഒതുക്കൊന്നുമില്ല. അതൊക്കെ ഒരു ഭാഗ്യല്ലേ? അങ്ങനെയൊന്നും പറയല്ലേ, ഞാൻ അങ്ങനെ പോയി ആരാ പറഞ്ഞത്? നമ്മുടെ സിനിമയിലേക്ക് വരുവാണെങ്കിൽ സിനിമയിലേക്ക് പോലെ മദ്യത്തിന്റെ കാര്യം പറ. ഓരോ സിനിമയിലെ കഥാപാത്രങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്? ഈ കഥാപാത്രം ചെയ്ത പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കും? ഒരു കഥാപാത്രം വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക, അപ്പോഴാണ് വരുമ്പോൾ ചൂസ് ചെയ്യുന്നത്. ഹായ്, ഹലോ, നമസ്കാരം. ദിസ് ഈസ് മീ NB ഹിയർ. പ്രതിഭ ട്യൂട്ടോറിയൽ സിനിമയുടെ വിശേഷങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കാൻ രണ്ട് അതിഥികൾ ചേരുന്നു. നമസ്കാരം. നമസ്കാരം. സായിച്ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നു, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് പോകുന്നു. അടിപൊളി. പ്രതിഭ ട്യൂട്ടോറിയൽ, ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, ഒരു ട്യൂട്ടോറിയൽ കോളേജ് അല്ലെങ്കിൽ ഒരു വൈബ്, പിള്ളേരുടെ ഒരു വൈബുള്ള ഒരു ഫീലിംഗ് ആണ്. ശരിക്കും അങ്ങനെയാണോ? അതെ, തീർച്ചയായിട്ടും. കാരണം ഈ ട്യൂട്ടോറിയൽ കോളേജ് എന്നൊക്കെ നമ്മൾ ഇപ്പോൾ കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ, കാണാനില്ല അതൊന്നും. കാരണം ഓൺലൈൻ ക്ലാസ്സും ഒക്കെ ആയിട്ട് ഇപ്പോൾ അതൊക്കെ മാറി. പക്ഷേ ഒരു കാലഘട്ടത്തിൽ ട്യൂട്ടോറിയൽ കോളേജ് എന്ന് പറഞ്ഞാൽ സ്കൂളിനേക്കാളും ഗംഭീര പേരുകളുള്ള ട്യൂട്ടോറിയൽ കോളേജ് ഉണ്ടായിരുന്നു. ഒത്തിരി നല്ല സ്റ്റുഡൻസിനെ പഠിപ്പിച്ച് എല്ലാം ഫസ്റ്റ് ക്ലാസ്സോട് പാസ്സാവണതും എല്ലാം 10th ഫസ്റ്റ് ക്ലാസ് മേടിച്ച് പാസ്സാകുന്ന കുട്ടികളൊക്കെ, ഡിസ്റ്റിങ്ഷൻ വാങ്ങിക്കുന്ന കുട്ടികളൊക്കെ ഉള്ള ഒരുപാട് ട്യൂട്ടോറിയൽ കോളേജ് ഉണ്ടായിരുന്നു. ചില ട്യൂട്ടോറിയൽ കോളേജിൻ്റെ പേരിൽ അടുത്ത സ്കൂൾ അറിയപ്പെടുന്നുണ്ട്. ഇന്ന ട്യൂട്ടോറിയൽ കോളേജിൻ്റെ അടുത്താണ് ഈ സ്കൂൾ എന്ന് പറഞ്ഞ് അതേപോലെ നിലനിന്നിരുന്നതാണ്. പക്ഷേ ഇതെല്ലാം പോയിട്ട് ഇപ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അത്തരത്തിലൊരു ട്യൂട്ടോറിയൽ കോളേജ് പണ്ട് തുടങ്ങി വെച്ചൊരു ട്യൂട്ടോറിയൽ കോളേജ് റീ ഓപ്പൺ ചെയ്ത് അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഫൈറ്റും കാര്യങ്ങളാണ് ഈ പടത്തിൻ്റെ ഒരു പ്രത്യേകത. ചേട്ടൻ അങ്ങനെയായിരുന്നോ ഡിസ്റ്റിങ്ഷൻ ഒക്കെ മേടിച്ച്? പിന്നെ എനിക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നു. മാർക്കിലല്ല, 8th ഞാൻ പോയിന്ന് ആരാ പറഞ്ഞു? അല്ല, ഞാൻ പഠിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ ചേട്ടനോടത്തെ ബെസ്റ്റ് സ്റ്റുഡൻറ്റാണ്. അപ്പോൾ ഞാൻ ചേട്ടൻ 9ലേക്ക് ജയിച്ചപ്പോൾ ഞാൻ ചേട്ടൻ പഠിച്ച ക്ലാസ്സിലേക്ക് 8ാം ക്ലാസ്സിലേക്ക് വന്നു. അപ്പോൾ ഞാൻ പതിപോലെ ബാക്ക് ബെഞ്ചിൽ പോയിരുന്നത്. അപ്പോൾ ടീച്ചർ, അവൻ്റെ ക്ലാസ് ടീച്ചറാണ് എനിക്ക്. എന്നെ കണ്ടപ്പോൾ സുരേഷിൻ്റെ തന്നെയല്ലേ ഫ്രണ്ടിൽ വന്നു. എനിക്ക് ആദ്യമായിട്ട് അറ്റാക്ക് വരും തോന്നിയത് അന്ന് അവിടെ ഇരുന്നപ്പോഴും പിന്നെ ഫ്ലൈറ്റിന് ദുബായിൽ ഇറങ്ങിയപ്പോഴും. അന്ന് ഫ്രണ്ട് ഇരിക്കണപ്പോൾ പിള്ളേരൊക്കെ ഇങ്ങനെ താടിക്ക് എടുത്ത ടീച്ചർക്കിട്ട് ഇങ്ങനെ നോക്കിയിരുന്ന അവരോട് ചോദ്യം ചോദിക്കില്ല, ശ്രദ്ധിച്ചിരിക്കല്ലേ പിള്ളേർ, പുറകെ ഇരിക്കണം നമ്മളോട് ചോദിച്ചിട്ട് തല്ലുള്ളൂ. അങ്ങനെ ഞാനും താടിക്ക് എടുത്തിട്ട് പരീക്ഷ വരെല്ലാം ഒക്കെ ആയിട്ട് പോയി, വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. പരീക്ഷ ആയപ്പോൾ ഞാൻ കബഡി വരച്ചിരിക്കുക, ബാക്കിയുള്ളവരൊക്കെ എക്സാം എഴുതുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഏറ്റവും നന്നായിട്ട് പഠിക്കണം, എൻ്റെ ക്ലാസ്സിൽ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻറ്റ് ഇരിക്കുക. ഞാൻ അവരുടെ പേപ്പർ തന്നെ എഴുതി തരാമെന്ന് പറഞ്ഞു. അത് തരലെന്ന് ഈ പാവത്തിനെ പറഞ്ഞു പറ്റിച്ച് ഇവൻ്റെ പേപ്പർ മേടിച്ചാൽ നീറ്റായിട്ട് എഴുതിയിട്ട് ഇവൻ്റെ പേപ്പർ തിരിച്ചു കൊടുത്തപ്പോൾ ടീച്ചർ കണ്ടു. ടീച്ചർ പറഞ്ഞു, സാജു പഠിച്ചെങ്കിൽ സാജുയോട് വെച്ചാൽ കൊച്ചിനോട് കൊടുക്കണ്ടെന്ന്. അവൻ അതിന് തോറ്റും പോയി, ഞാൻ അതിന് നല്ല മാർക്കിൽ ജയിക്കുകയും ചെയ്തു. അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ പഠനമൊക്കെ. നമ്മൾ അവസരങ്ങൾ ചൂഷണം ചെയ്യണമെന്ന് പറഞ്ഞ പോലെ അവസരങ്ങൾ നമ്മൾ വിനിയോഗിക്കുക. അടുത്ത് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുമ്പോഴാണെങ്കിലും ഞാൻ ക്ലാസ്സിലൊന്നും കയറില്ല. യൂണിവേഴ്സിറ്റി കലോത്സവം, മിമിക്രി, മോണാക്ട് ഒന്നും നടക്കണം, അല്ലാതെ ഞാനൊന്നിനും ക്ലാസ്സിൽ കയറില്ല. അങ്ങനെ പക്ഷേ മാർക്ക് ലിസ്റ്റ് ഫസ്റ്റ് ഇയർ വന്നപ്പോൾ എല്ലാവർക്കും ഒരു ആവറേജ് മാർക്ക് സ്ഥിരം കയറണവർക്ക്. എനിക്ക് എല്ലാത്തിനും വീട്ടിൽ അച്ഛനൊക്കെ ഹാപ്പി, അവനെല്ലാത്തിനും ഉണ്ടെന്ന്. എല്ലാ ആബ്സെൻറ്റിന് എന്ന് എനിക്കെല്ലാം അറിയാമല്ലോ. ഒറ്റ പരീക്ഷ ഞാൻ എഴുതിയില്ല, പ്രീ ഡിഗ്രി എഴുതിയില്ല. അപ്പോൾ പഠനത്തിൽ അത്ര ശ്രദ്ധയുള്ള ആളാണ് ഞാൻ. ജീവിതത്തിൽ നല്ലൊരു അല്ലല്ല, നമ്മളതിൽ വേറെ സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ കല കൊണ്ട് എന്ത് നേടി നമ്മൾ ഏത് ഉയരത്തിലെത്തിയാലും കാര്യമില്ല. പ്രൈമറി വിദ്യാഭ്യാസം, സെക്കൻഡറി ആയിരിക്കണം ഇതെല്ലാം. പഠിപ്പുള്ള കലാകാരനാകുക, പഠിപ്പുള്ള സ്പോർട്സുകാരാകുക, പഠിപ്പുള്ള കലാകാരിയാകുക. അല്ലാതെ നമ്മൾ ഏത് അറ്റത്തിൽ നിന്നാലും ചില സ്ഥലത്ത് നമ്മൾ പിന്നോട്ട് മാറി നിൽക്കേണ്ടി വരും വിദ്യാഭ്യാസത്തിൻ്റെ കുറവുണ്ടെങ്കിൽ. അതിപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞ, എൻ്റെ വീട്ടിലെ കുട്ടികളോടും സ്കൂളിൽ ചെല്ലുമ്പോൾ കുട്ടികളൊക്കെ പറഞ്ഞ വിദ്യാഭ്യാസം പ്രൈമറി സെക്കൻഡറി ആയിരിക്കണം, ബാക്കിയെല്ലാം. തീർച്ചയായും നല്ല വിദ്യയാണല്ലോ ധനമല്ലേ? അതെ, എവിടെ പോയാലും നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ കയറിപ്പോകും. തീർച്ചയായിട്ടും. അല്ല, നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ സ്പോർട്സ് എന്ന് പറഞ്ഞില്ലേ, അത് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ് ഞാൻ. സ്പോർട്സിൽ ഫസ്റ്റ് ആയിരുന്നു, നാഷണൽ അത്ലറ്റ് ആണ്. നാഷണൽ 100 മീറ്റർ റേസ്, ലോങ് ജമ്പ്, ഹഡിൽസ് ആയിരുന്നു ഒരു ഇവന്റ്. അപ്പം എനിക്ക് സ്കൂളിലൊക്കെ അതിൻ്റെ ഒരു വലിയ ഒരു ഇത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ കോളേജിൽ യൂണിവേഴ്സിറ്റി, ഇന്റർ യൂണിവേഴ്സിറ്റി വിന്നറാണ്. പവർ ലിഫ്റ്റർ ആണ്. 3 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഫാദർ വർഗോത്തിന് അവാർഡ് ഹോൾഡർ ആണ്. പിന്നെ അത് കഴിഞ്ഞ് CRPF ജോലി കിട്ടി. CRPF ഡൽഹിയിലായിരുന്നു ജോലി കിട്ടിയത്. അവിടുന്ന് തിരിച്ച് ജോയിൻ ചെയ്ത് ഇങ്ങോട്ടേക്ക് തിരിച്ചു പോന്നിട്ട് ഇവിടെ ഞാൻ കരാത്തെ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ ഇന്ത്യയുടെ ജഡ്ജാണ്. കരാത്തയുടെ ജഡ്ജാണ്. കിക്ക് ബോക്സിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ റിംഗ് റഫറിയാണ്. റിംഗിൽ നോർമലി ലേഡീസ് കയറില്ല. ഒരു ഹെൽമെറ്റ് ഞാൻ ആരെയും
അല്ല ഇത് പഠിച്ചവരാരും ഉപദ്രവിക്കില്ല. പഠിച്ചവര് അവിടെ കോംപ്രമൈസ് ചെയ്യാൻ അവർ നിൽക്കും, പക്ഷെ ആരും ഉപദ്രവിച്ചതായിട്ട് കേട്ടിട്ടില്ല. അതായത് ജെന്യൂൻ ആയിട്ട് പഠിച്ച ആളുകൾ താൽക്കാലികമായിട്ട് ഒരു അടിപൊളി ഉണ്ടാക്കാനൊക്കെ വേണ്ടി വരും കുട്ടികൾ ക്ലാസ്സിൽ. ഒരു ബെൽറ്റിന് നമ്മൾ ഇതിലൊക്കെ ഈ മൂവിയിലൊക്കെ കാണാറില്ലേ, എനിക്ക് അവനെ അടിക്കണം, കുറച്ച് സാധനങ്ങളൊക്കെ പഠിപ്പിച്ചു തരും, അങ്ങനെ വരുന്ന ആളുകളാണെങ്കിലും ഒക്കെ. പക്ഷെ ഇത് അങ്ങനെയല്ല. അച്ഛൻ ബ്ലാക്ക്, പക്ഷെ അവർ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് പിന്നെ അടിക്കാനുള്ള കാര്യം മറന്നു പോകും. മറക്കല്ല, സ്റ്റേബിൾ ആവും അവര്. ഈ സ്റ്റെബിലിറ്റി ഇല്ലാണ്ട് ഇത് മാർഷൽ ആർട്സ് പഠിച്ച ഏതൊരാൾക്കും കിട്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്റ്റേബിൾ ആയിരിക്കും, മെന്റലി സ്റ്റേബിൾ ആയിരിക്കും. അപ്പം അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പം ഞാൻ അത് വിട്ട് ഞാൻ സ്കൂളുകളിൽ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ആളാണ്. അതൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് 4 years ആയിട്ട് ഇപ്പോൾ ഇൻഡസ്ട്രിയിലുണ്ട്. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലൂടെ നിമിഷയുടെ അമ്മയായിട്ട് എൻട്രി ചെയ്ത് അതിൻ്റെ മുന്നേ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ചെയ്തു. ആൽബം മധുബാലകൃഷ്ണൻ സാറിൻ്റെ ഒരു സോങ്ങിലൂടെ വന്നു. അതിനുശേഷം ഇന്ത്യൻ കിച്ചൺ ചെയ്തു, വൈറസ് ചെയ്തു, കപ്പേള ചെയ്തു, ഗറ് ചെയ്തു, അഞ്ചക്കള്ളക്കോക്കാൻ ചെയ്തു, ജാനകി ജാനി ചെയ്തു, ഇപ്പോൾ റീസെൻ്റ്ലി വാഴ ചെയ്തു. അതിൻ്റെ ശേഷമാണ് പ്രതിഭ ട്യൂട്ടോറിയൽ ഇപ്പോൾ റിലീസാവുന്നത്. ഇപ്പോൾ ഒരു മൂവി ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ണൂരിൽ. അപ്പം എനിക്ക് അതും ഇഷ്ടമാണ്. അത് വിട്ടേച്ച് പോകുന്നത് ഒത്തിരി പേര് എൻ്റെ അടുത്ത് വഴക്ക് പറഞ്ഞിട്ടുണ്ട്, അനു നീ എന്തിനാ അത് സ്റ്റോപ്പ് ചെയ്തത്, ഹിന്ദിയുടെ റെഫറിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് ഇതൊന്നും ഒരു ഭയങ്കര ഹാപ്പിയാണ്. ആ സാധനം എൻ്റെ അടുത്തുണ്ട്, എപ്പോൾ വേണമെങ്കിലും എനിക്ക് അപ്ലൈ ചെയ്യും. ഈ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് എപ്പോഴും എനിക്ക് കിട്ടിക്കോളണം എന്നില്ല. അപ്പോൾ ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എത്തിയതാണ്, പക്ഷെ എത്തി കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് ഇവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാനാണ് പ്ലാൻ. കണ്ടാ പറയൂ ഇത്ര വലിയ ആളാണെന്ന്. അടിപൊളി കേട്ടോ. കാരണം ഞാൻ പലതും കേട്ടിട്ടുണ്ട്, പല ആൾക്കാരും കേട്ടിട്ടുണ്ട് ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒരല്ലേ, പിന്നെ ഇങ്ങനെ അത്യാവശ്യം കുറച്ച് കാരാട്ടൊക്കെ പഠിച്ചിരിക്കുന്നത്. അല്ല അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമുണ്ട്, എന്താന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഒന്നിനും നമ്മൾ റിയാക്ട് ചെയ്യില്ല. നമ്മളൊന്ന് ഒരു ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് തിങ്ക് ചെയ്യാനുള്ള കഴിവുണ്ട്. ഈ ഒരു ഇതിലേക്കണവർക്ക് ജഡ്ജ്മെന്റ് പെട്ടെന്നായിരിക്കും. നമുക്ക് നോ പറയേണ്ട അടുത്ത് നോ പറയാൻ പെട്ടെന്ന് പറ്റും. നമ്മൾ അയ്യോ എന്ന് പറഞ്ഞ് പേടിച്ച് നിൽക്കില്ല. സോറി എന്ന് പറഞ്ഞാൽ മതി, അത്ര മതി. ആ സോറി പറയാൻ നമുക്ക് പെട്ടെന്ന് പറ്റും. സോറി ആവശ്യമുള്ളിടത്ത് നമ്മൾ പറഞ്ഞേ പറ്റും. അപ്പൊ അത് പെട്ടെന്ന് സെൽഫ് ഡിഫൻസ് പഠിച്ചിരിക്കുക എന്നുള്ള അത്യാവശ്യം നല്ല. ഈ ഇന്റർവ്യൂ പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ സോറി എന്ന് പറയേണ്ട കാര്യമൊന്നും പറ്റില്ല. ഇങ്ങനെ വന്ന് കണ്ടുകഴിഞ്ഞാൽ അല്ല, എന്തായാലും ഒത്തിരി സന്തോഷമാട്ടോ. ഞാനിപ്പോൾ എന്തായാലും എൻ്റെ ഒരു മൂവി തുടങ്ങാനുള്ള കാര്യങ്ങളായിട്ട് നിൽക്കുകയാണ്. ആ മൂവി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അറിയാവുന്നത് കൊണ്ട് മാത്രം ഒരു ക്യാരക്ടർ തരും. കാരണം അതല്ല, അതിനകത്ത് അങ്ങനെയാണ് ഒരു 5 പേര് ഇങ്ങനത്തെ ക്യാരക്ടറാണ്. അപ്പോൾ അത് ഇങ്ങനെ അറിയാവുന്നത് കൊണ്ട് മാത്രം. കാരണം ഞാൻ സിനിമ അഭിനയിച്ച് കണ്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് ഫിസിക്കലി അല്ല, കാരണം മൂവി കാണാറ് ഞാൻ അഭിനയിച്ച മൂവി തന്നെ കാണുന്നത് കുറവാണ്. കാരണം കുറവാണ് ഇറങ്ങുന്നത്, അതുകൊണ്ടാണ്. അപ്പൊ ഇത് ഞാൻ അഭിനയിച്ചതെല്ലാം ഓൾമോസ്റ്റ് 99% ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇറങ്ങാൻ 1-2 മൂവിയും കൂടെ ഉണ്ട്. ഓക്കെ, സന്തോഷം. ഇത് ഞാൻ പറഞ്ഞത് ഈ ഫിസിക്കലി ഇത്ര സ്ട്രെങ്ത് ഉള്ള ആൾക്കാർ എനിക്ക് വേണം. അല്ല, ഫിസിക്കലി എന്ന് പറഞ്ഞാൽ നമ്മളൊരു കിക്ക് ചെയ്യണമെങ്കിലും ചെയ്യാൻ പറ്റിയ ഒരാളാകുമ്പോഴത്തേക്ക് നമുക്കത് അങ്ങനത്തെ ഒരു 5 ലേഡിയാണ് അതിനകത്ത് സബ്ജക്റ്റ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, സിനിമ നടന്നാൽ ഉറപ്പായിട്ടും അതിലുണ്ടാവും. എന്താ വേണം ഈ ഇന്റർവ്യൂല്? അല്ല, നമ്മൾ കുറെ അന്വേഷിച്ച് നടന്നാൽ നമുക്കിത് കിട്ടില്ല. ഈ ആർട്ടിസ്റ്റുകളുടെ തന്നെ ഞാൻ പല ആൾക്കാരെയും ചിന്തിച്ചു ഇങ്ങനെ. അതിനകത്ത് മെയിൻ ക്യാരക്ടർ ചെയ്യേണ്ടത് തമിഴിൽ നിന്ന് തന്നെ ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഇവരുടെ കൂടെ ഒരു 5 പേരുണ്ട്, ലേഡി ഇത് തന്നെ. ഇവരുടെ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് എങ്ങനെ ആരും ഉപയോഗിക്കുന്നുള്ള കാര്യത്തിൽ ഞാൻ പ്ലാൻ ചെയ്തിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇതുപോലെ നമുക്ക് ചില സമയത്ത് പെട്ടെന്ന് നമുക്ക് ഇതുപോലെ വീണ് കിട്ടണം. ആ അവസരം മുതലെടുക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരു ഓഫർ അല്ല കേട്ടോ, എൻ്റെ സിനിമ നടന്ന അതിലുണ്ടാവും. അങ്ങനെ ഈ ഇന്റർവ്യൂ അങ്ങനെ ഒരു കാര്യം നടന്നു കിട്ടി ചേട്ടാ, എനിക്ക് എന്നിട്ട് റൂളൊന്നും ഞാൻ വിട്ടു കേട്ടോ. അവസരം മുതലാക്കണമല്ലോ. തീർച്ചയായിട്ടും തനിക്ക് ചെയ്യാൻ പറ്റിയ ആർട്ടിസ്റ്റാണ്, ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ തരും. പിന്നെ എൻ്റെ ഫസ്റ്റ് മൂവി ആയതുകൊണ്ട് ഞാൻ അതിനകത്ത് ഫ്രണ്ട്ഷിപ്പോ കാര്യങ്ങളോ ഒന്നും നോക്കൂല. ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ ആരാണ് ആപ്റ്റ് അതനുസരിച്ച് ചെയ്യിക്കുള്ളൂ. എൻ്റെ കൂട്ടുകാരത്തിൽ നമ്മുടെ മിമിക്രിയിൽ തന്നെ ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട്, പക്ഷെ ഇവരാരും ഉൾപ്പെടുത്തിയിട്ടില്ല സിനിമയിൽ. കഥാപാത്രം ഡിമാൻഡ് ചെയ്യുന്ന. അതെ. കാരണം നമ്മുടെ ഒരു ചാൻസ് കിട്ടണം നമ്മൾ. അത് നമ്മൾ മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇൻഡസ്ട്രിയിൽ നമുക്ക് ഒരവസരം വേറൊരാൾ തരില്ല. അതങ്ങനെ ഒരു കുഴപ്പം. കാരണം ഒന്നാമത് ഞാനൊരു കോമഡി ആർട്ടിസ്റ്റാണ്. ഇവൻ എങ്ങനെ സിനിമ ചെയ്ത് എന്താവും എന്നുള്ള ധാരണ കൂടി ഉണ്ട്. അങ്ങനൊന്നുമില്ല, എത്രയോ പേര് ഇങ്ങനെ. അല്ല, അപ്പോൾ ഞാനിപ്പോൾ ഒരു 23 മിനിറ്റ്സ് ഉള്ള സിനിമ ചെയ്തിട്ട് ജമ്മു കാശ്മീരിൻ്റെ ഓൾ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിലെ മികച്ച സംവിധായകൻ ഞാനാണ്. അങ്ങനെ ഒത്തിരി സ്ഥലത്തു നിന്നുള്ള അവാർഡുകൾ ഇപ്പോൾ അതിന് കിട്ടിയിട്ടുണ്ട്, ഫിലിമിനും എനിക്കും. അപ്പോൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ചെറിയൊരു വാക്കല്ല. അത് നമ്മൾ കിട്ടുന്നത് നമ്മൾ ജീവിതത്തെ അനുഭവിച്ച് പോകുന്നത്, നമുക്ക് മറ്റുള്ളവരായിട്ട് ഇടപഴകുമ്പോൾ ഉണ്ടാകുന്ന കിട്ടുന്നത് നമ്മുടെ ഒബ്സർവേഷനാണ്. നമ്മൾ ഷൂട്ടിങ്ങിന് പോയി കഴിഞ്ഞാൽ സീൻ കഴിഞ്ഞിട്ട് അതിൻ്റെ ഡയലോഗ് കഴിഞ്ഞിട്ട് നേരെ പോയി മാറി നിന്നിട്ട് കാര്യമില്ല. അവിടെ കൂടി പാളി ചെല്ലുക, ഡയറക്ടറെ പുറകെ ചെല്ലുക, മോണിറ്റർ ശ്രദ്ധിക്കുക, ലൈറ്റപ്പ് ചെയ്തേക്കണം, എങ്ങനെയാണെന്ന് നോക്കുക. ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടി തന്നെ നമുക്കൊരു പഠനം കൂടി ആവും. തീർച്ചയായും.
അപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ ഇപ്പൊ സിനിമ നടക്കുന്ന വിഷയങ്ങളൊക്കെ അറിയാലോ. അതെന്താ ചോദിക്കാത്തെന്ന് ഓർത്തിരിക്കുകയായിരുന്നു. അതിനോടൊക്കെ സീരിയസ് അതിനോടൊന്നും ഞാൻ കിടക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ലാലേട്ടൻ പറഞ്ഞൊരു വാക്ക് ശരിക്കും എനിക്ക് പേഴ്സണലി കൊണ്ടു. കാരണം വെച്ചാൽ അദ്ദേഹം പറഞ്ഞായിരുന്നു, ഇത്രയും വർഷം നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരായ ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് എങ്ങനെ അന്യരായി മാറി. കാരണം ഒരുപാട് ഇൻസ്പയർ ചെയ്ത ആക്ടേഴ്സിനെ കുറിച്ച് ഇങ്ങനെ അപവാദങ്ങൾ കേൾക്കുമ്പോൾ, അപ്പോൾ ആരോപണങ്ങൾ വെറും വാക്കുകൾ മാത്രം കേൾക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ ഇവരങ്ങനെയാണെന്ന് കാറ്റഗറൈസ് ചെയ്യാന്ന് പറഞ്ഞൊരു എന്താ പറയുക, ശരിക്കും പറയുക ഒരു മോശപ്പെട്ടൊരു സിനിമയുടെ നല്ല കാലം പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആരോ ടാർഗറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് പേഴ്സണലി തോന്നി. ശരിക്കും അങ്ങനെ അല്ല, അതിൻ്റെ ഇതിൻ്റെ സത്യസന്ധമായിട്ടുള്ള കാര്യം പുറത്തു വരണം, എന്നാലേ നമ്മൾ അറിയുള്ളൂ. കാരണം ഇപ്പോൾ ആരോപണം ഉന്നയിച്ചവരെ ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, ആരോപിക്കപ്പെട്ടവരെ നമുക്ക് ഇപ്പോൾ സ്ട്രൈറ്റ് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഇതിങ്ങനെ ചെയ്യുന്ന ഞാൻ പറയട്ടെ, തൻ്റെ വീട്ടിൽ നിന്ന് 3-4 ആൺമക്കൾ നിങ്ങളുണ്ടെങ്കിൽ ഒരുത്തം ഫുൾ ടൈം കഞ്ചാവും വെള്ളം നാട്ടുകാരുടെ ഇടിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ വീട്ടുപേര് ചീത്തയെന്ന് പറയുള്ളൂ, തൻ്റെ ബാക്കിയുള്ളവർ ചീത്തയെന്ന് പറയുള്ളൂ. പക്ഷേ പൊതുസമൂഹം അങ്ങനെ പറഞ്ഞു അവൻ്റെ അച്ഛൻ വളർത്തു ദോഷമാണ്, അവന്മാരുടെ കുഴപ്പമാണത്, ഇതേ പറയുള്ളൂ. അതൊരു കീഴ്വഴക്കായി മാറിക്കൊണ്ടിരിക്കുക. ഒരിക്കലും ഇതിപ്പോൾ വളരെ ചുരുക്കം ഒരു ഏരിയയിൽ മാത്രമേ ഇത് സംഭവിച്ചിട്ടുള്ളൂ. ഇതിൻ്റെ പിന്നിൽ ബാക്കി എത്ര പേരുണ്ടെന്നറിയാമോ? ഒന്നും അറിയാതെ നല്ലോണം അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. ഇവർ ചെയ്തെന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെയുള്ളവരുണ്ട്. പിന്നെ ക്രൂ മെമ്പേഴ്സ് ഉണ്ട്, ലൈറ്റ് ബോയ്സ് വരെ, അങ്ങനെ അടക്കം കംപ്ലീറ്റ് ആൾക്കാരുണ്ട്. പക്ഷേ ടോട്ടലി ഇപ്പം ഞാനാണെങ്കിൽ പുറത്ത് 4 പേര് കോണിനടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് നമ്മളോട് ചോദിക്കണ ഇങ്ങനെയല്ലേ, എന്തായി പേരുണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കണത്. പക്ഷെ ഇതെന്തുകൊണ്ട് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു എന്നുള്ളതല്ല, ഇത് സംഭവിക്കാൻ പാടില്ലായിരുന്നു. ഒരിക്കലും നമ്മൾ മനസ്സുകൊണ്ട് ഒരിക്കലും ഇഷ്ടപ്പെട്ട കാര്യമല്ല ഇത് ഇങ്ങനെ സംഭവിക്കണമെന്ന്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിയമ നടപടികൾ സ്വീകരിച്ച് എന്താണ് തെറ്റാണെങ്കിൽ അത് ഓക്കെ അറിയുന്നത് വരെ നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഒറ്റ നിമിഷം കൊണ്ട് ഒന്നും അല്ലാതായി പോകുന്നു. ഭയങ്കര കൈപ്പുണ്യമുള്ളൊരു ഡോക്ടർ ഭയങ്കര സർജറിയൊക്കെ ചെയ്ത് ഒറ്റ ഓപ്പറേഷൻ ചെയ്താൽ പോരെ. അതാണ്. പിന്നെ അതൊരു നമ്മൾ എപ്പോഴും ഒരു കാല് വെക്കുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ വെക്കുക. ഒരിക്കലും അങ്ങനെയൊന്നും ആവാതിരിക്കട്ടെ, സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ അപ്പുറത്ത് കുറച്ച് പേരുണ്ട് ന്യായത്തിന് വേണ്ടി അപേക്ഷിക്കുന്നവർ. അവരെ മോശമാക്കി പറയണമല്ല, എപ്പോഴും നമ്മൾ സ്ത്രീകളുടെ പക്കത്താണ്. ഇപ്പോൾ ഈ മൂപ്പലാത്തി എൻ്റെ കവളത്തിട്ടൊരു അടി അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചൊരു അടി അടിച്ചാൽ നിങ്ങളെല്ലാവരും കൂടെ എന്നെ ഇടിക്കുകയുള്ളൂ. ഇവരെ വല്ലതും ചെയ്യുമോ? കാര്യം അറിയാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ല, കാര്യം അറിയാൻ പോലും ഞാൻ മുഖത്തിട്ട് അടിച്ചാൽ ആരെ സപ്പോർട്ട് ചെയ്യും? നിങ്ങൾ ഒബ്വിയസ്ലി അങ്ങോട്ടായിരിക്കുള്ളൂ. ഒരു ബസ് സ്റ്റോപ്പിൽ കിടന്ന് ഞാൻ ഇടികൊള്ളുന്നു, അപ്പോൾ അവിടെ നിൽക്കുന്ന ചേട്ടന്മാരൊക്കെ പറയാം അത് വേറെ നമ്മളുടെ അവിടെ ഉണ്ടാ വിളിച്ചു മാറ്റും. എൻ്റെ കൂട്ടുകാരന്മാർ തന്നെ എന്നെ രക്ഷിക്കാൻ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വിളിച്ചു വരുത്തണം. അതേവശം ഒരു പെണ്ണിനെയാണ് ഒരാൾ തോന്നണമെങ്കിൽ അതാണ് സ്ത്രീകൾക്ക് വേണ്ടി എപ്പോഴും കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് ഈ സമൂഹം. വൃത്തികേട് ചെയ്യുന്ന ആണാണെങ്കിലും ഒരു ലേഡി അപമാനിക്കപ്പെടുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ സമ്മതിക്കില്ല, അവരെ കൂടെ നിൽക്കും, ആ ലേഡിയുടെ കൂടെ നിൽക്കും. എത്ര വൃത്തികേട് ചെയ്യുന്ന ഒരാളാണെങ്കിലും. എന്താ വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ബാക്കിൽ നിന്ന് എപ്പോഴും ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും കുറേ ടൈം. അപ്പോൾ ഏകദേശം അവൾ അത്രയും നേരം സഹിച്ചു നിന്ന് പോലീസ് സ്റ്റേഷൻ എത്തട്ടെ എന്ന് എഴുതിയിട്ടായിരുന്നു. അപ്പോൾ അത്രയും വെയിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ബാക്കിൽ ഇവിടെ കയറുമ്പോൾ തന്നെ ഇവരെ തോണ്ടിയ ആളെ അതിൻ്റെ പുറകിലുണ്ട്. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, വനു അപ്പോൾ റിയാക്ട് ചെയ്ത സമയത്ത് ഫസ്റ്റ് കയറുമ്പം അവരിട്ട് തോണ്ടിയ ആൾ പോലും അവളെ കൂടെ നിന്നു. എന്താ വെച്ചാൽ ഇദ്ദേഹം തോണ്ടുന്നതാണ് അവളുടെ ശ്രദ്ധയിൽ പെട്ടതും. അപ്പം ഇത് റിയാക്ട് ചെയ്തപ്പം ഫസ്റ്റ് തോണ്ടിയ ആൾ കൂടെ വന്നിട്ട് എല്ലാവരും കൂടെ പിടിച്ച് സ്റ്റേഷനിലാക്കി. അപ്പൊ അതാണ് ഇപ്പം ഈ കാര്യം പറഞ്ഞത്. അല്ല, എപ്പോഴും സപ്പോർട്ട് ലേഡീസിന് തന്നെ ആയിരിക്കും. എപ്പോഴും നമ്മൾ ഒരു മുൻതൂക്കം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഞാനിങ്ങനെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്കും? അല്ല, പറയട്ടെ, എന്താണെന്നറിയാമോ? അല്ല, ഞാൻ ഇങ്ങനെ ഒന്ന് നോക്കിയാൽ നിങ്ങൾ കേസ് കൊടുക്കും. ഒരു ദിവസം മുഴുവൻ എൻ്റെ മുഖത്തിട്ട് നോക്കിയെന്ന് എനിക്ക് കേസ് കൊടുക്കാൻ വകുപ്പില്ല. അല്ല, ഇപ്പൊ പൊതുവെ നടക്കണതാ. അപ്പൊ അതുകൊണ്ട് സ്ത്രീകൾക്ക് ഇതില്ലെന്ന് പറയുന്നത് കൂടുതൽ സ്ത്രീകൾക്കാ, പുരുഷന്മാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കള്ളു പിടിച്ച് വണ്ടി ഓടിക്കാം, നിങ്ങൾ രണ്ടെണ്ണം അടിച്ചാലും വണ്ടി ഓടിച്ച് ഒതുക്കൊന്നുമില്ല. പോകാം, ഒന്നിനും രക്ഷയില്ലാത്ത ആൾക്കാരാ അല്ലേ? അതെ, ഒരുപാട് വിഷയങ്ങൾ അങ്ങനെ നടക്കാം. പക്ഷെ ഒരുപാട് മിസ്യൂസും ചെയ്യുന്നുണ്ട്. കാരണം സ്ത്രീകളെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ വന്നാൽ പിന്നെ ഇങ്ങനെ ചെയ്തൊക്കെ എൻ്റെ ഭാഗത്താണ് നിയമം ഒരുപാട് കുറെ ആൾക്കാർ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും അല്ല, കുറെ നമ്മൾ ഡെയിലി വാർത്തകൾ കാണുന്നുണ്ട്. ഡ്രൈവറായിട്ട് കൂട്ടിക്കൊണ്ടുവന്ന ഭർത്താക്കന്മാരുണ്ട്. അതൊക്കെ ഒരു ഭാഗ്യല്ലേ? അങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ അങ്ങനെ പോയി ആരാ പറഞ്ഞത്? അല്ല, എൻ്റെ വൈഫൊക്കെ അങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പം ഞങ്ങൾ എൻ്റെ ഫാമിലി ചെന്ന് കഴിയുമ്പോൾ എല്ലാവരും കൂടി കഴിയുമ്പോൾ നമ്മൾ കമ്പനി അടിക്കും. അപ്പോൾ എല്ലാവരും കഴിക്കും. അപ്പോൾ ഞാൻ പറയും, ഒന്ന് സാധനം മേടിക്കാൻ പോകണമല്ലോ, ആര് പോവും? ബൈക്കിന് പോവും. അപ്പോൾ ഞാൻ പറയാം, എനിക്ക് ഐസ്ക്രീം മേടിച്ചു തന്നെ ഒന്നും. അത് പുറകെ ഇരുത്തി പോയിട്ട് ഐസ്ക്രീം മേടിച്ച് അവിടെ ബേക്കറി ഇരുത്തിയിട്ട് അത് അപ്പോൾ ഒക്കെ ആവും. അതൊക്കെ അതല്ലേ പറഞ്ഞത് ഇതിലൊക്കെ. പിന്നെ ഈ മദ്യം ഉണ്ടാക്കണം എന്തിനാണ്? നമ്മൾ കാണിക്കണം എന്തിനാണ്? പിന്നെ സർക്കാർ അതുകൊണ്ടാണ് ജീവിക്കുന്നത്. പിന്നെ അപ്പോൾ നമ്മുടെ സിനിമയിലേക്ക് വരുവാണെങ്കിൽ സിനിമയിലേക്ക് പോലെ മദ്യത്തിന്റെ കാര്യം പറയാം. പിന്നെ വലിയ കാര്യം പറഞ്ഞു അതിനാ സിനിമ. നമ്മുടെ സിനിമയിലെ കഥാപാത്രം ഒന്നും പറയില്ലായിരുന്നു. എന്തായിരുന്നു കഥാപാത്രം? സുധീഷേട്ടന്റെ ഭാര്യയായിട്ടുള്ള ക്യാരക്ടറാണ് ഇതിൽ പ്രതിഭ ട്യൂട്ടോറിയൽ ചെയ്തിരിക്കുന്നത്.
അതും ഭയങ്കര ലവബിൾ ആയിട്ടുള്ള ഫാമിലി ഒക്കെയാണ്. പക്ഷേ സുധീഷേട്ടൻ്റെ അടുത്തുള്ള ഒരു ചെറിയ ഒരു ഇൻസിഡൻറ്റ്, എപ്പോഴും ഹസ്ബൻഡിനെ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാര്യ. എന്ത് ചെയ്താലും പിന്നെ ഇൻ കേസ് സ്നേഹത്തോടു കൂടി വന്നാലും ഉള്ളിൽ ഈ സംഭവം ഉള്ളത് കൊണ്ട് ആ മനുഷ്യനെ തൊടാൻ വിടാതെ അല്ലെങ്കിൽ ആ സ്നേഹത്തോടെ നിൽക്കാതെ എപ്പോഴും റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭാര്യ, ആ ക്യാരക്ടറാണ് എനിക്കുള്ളത്. പിന്നെ സുധീഷേട്ടൻ്റെ കൂടെ ആ വേഷം ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വലിയ കാര്യമായിട്ട് ഞാൻ എടുക്കുന്നത്. എന്താ വെച്ചാൽ ഞാൻ മണിച്ചിത്രത്താഴ് കണ്ടിട്ട് എനിക്കൊരു ഭയങ്കര ഒരു ഫാനായിരുന്നു എൻ്റെ. അപ്പം എന്നെ ഡയറക്ടർ വിളിച്ച സമയത്ത് അനു ഇങ്ങനെ സുധീഷേട്ടൻ്റെ ഭാര്യയായിട്ടൊരു വേഷം ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും നോക്കാതെ ഓടിപ്പോയാളാണ്. എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവരെ ഇഷ്ടം എന്ന് വെച്ചാൽ അവർ ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അല്ല അപ്പൊ ഈ സുധീഷേട്ടനെ പോട്ടെ, എന്റെ വൈഫായിട്ട് അഭിനയിക്കണെന്ന് പറയും. ഒരു മിനിറ്റ് സാറേ ഗൂഗിളിൽ ചെക്ക് ചെയ്യട്ടെ. ഞാൻ നമ്മുടെ ഇതില്ലായിരുന്നോ കരിങ്കണ്ണൻ മൂവിയിൽ ഞാൻ ഉണ്ടായിരുന്നു. എനിക്ക് ആ സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റാഞ്ഞിട്ട് അങ്ങനെ പോന്നു. അങ്ങനെ അന്ന് ഞങ്ങൾ ഒരുമിച്ച് കാണായിരുന്നു. ചേച്ചി ചെയ്ത ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഭയങ്കര ഇഷ്ടം. ഒരു സ്റ്റേജ് കഴിയുമ്പോഴേക്കും അത് കുറെ അങ്ങനെ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പണ്ടങ്ങനെ അവരുടെ വീട്ടിൽ ആരോ എന്തോ പറഞ്ഞിട്ട് സംഭവിച്ചെന്നും പറഞ്ഞിട്ട് പിന്നെ ഇപ്പോഴും ആ ജനറേഷൻ മുഴുവനും ഒരു വീട്ടിൽ ചെന്ന് സംസാരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ പറയുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഓരോ സിനിമയിലെ കഥാപാത്രങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് അത് ചൂസ് ചെയ്യുന്നത്? ഈ കഥാപാത്രം ചെയ്ത പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കും? ഒരു കഥാപാത്രം വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക, അപ്പോഴാണ് വരുമ്പോൾ ചൂസ് ചെയ്യുന്നത്. അങ്ങനെയൊന്നുമില്ല, നമ്മളുടെ ജീവിതമാർഗ്ഗം ഇത്. അത് വന്ന ക്യാരക്ടർ എന്താണെങ്കിലും നന്നായിട്ട് ചെയ്യുക, നമ്മളെക്കൊണ്ട് മാക്സിമം എന്തു കൊടുക്കാൻ പറ്റുക അത് ചെയ്യുക. അല്ലാതെ ഇപ്പോൾ പ്രമുഖ നടന്മാർ സെൻട്രൽ ക്യാരക്ടർ ചെയ്യണവരൊക്കെ ആണെങ്കിൽ അത് സ്ക്രിപ്റ്റ് നോക്കും, എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട്. നമ്മൾ മാക്സിമം നോക്കണത് നമ്മുടെ ഓപ്പോസിറ്റ് അഭിനയിക്കുന്ന ആരാന്ന് നോക്കും. നമ്മളൊരാളുടെ ശിങ്കിടി ആയിരിക്കുമല്ലോ എപ്പോഴും, അത് ആരാന്ന് നോക്കും. എപ്പോഴേലും തോന്നിയിട്ടുണ്ടോ ഞാൻ ഇങ്ങനെ ആയി പോകുന്നത്, ഇങ്ങനൊരു സൈഡ് റോൾ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരൻ റോൾ? ദൈവം പറക്കൂല. 300 രൂപക്ക് ഗിന്നസിൽ കൊച്ചിൻ ഗിന്നത്തിൽ കളിച്ചാൽ ട്രൂപ്പിൽ കളിച്ചോണ്ടിരിക്കണ ഞാൻ വൈറ്റിൽ നിന്ന് ഓട്ടോറിക്ഷക്ക് വീട്ടിൽ പോകണ 200-150 രൂപ കൊടുക്കണം. ആ പൈസ കൊണ്ട് ജീവിച്ച ഞാൻ ഇപ്പം ഇത്ര ഇത് തന്നുമ്പോഴത്തേക്ക് ഞാൻ അത് ചെയ്യണ്ടായിരുന്നു എന്നാ. ഒരിക്കലും ഇല്ല. ഇപ്പം ദൈവം നമ്മൾ ആവശ്യപ്പെട്ടേക്കണേക്കാൾ കൂടുതൽ ദൈവം തന്നിട്ടുണ്ട്. ഇനിയും നമ്മൾ ആവശ്യപ്പെടുന്ന പുള്ളിനെ ബുദ്ധിമുട്ടിക്കുന്ന പോലെ ആകും. നമുക്കായിട്ട് അധ്വാനിച്ചതിനുള്ള ഭാരം എന്തായാലും. ഒരിക്കലും ഞാനൊന്നും ഭയങ്കര കഷ്ടപ്പെട്ട് സിനിമ വന്നതല്ല. അങ്ങനെ വന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഞാനൊക്കെ ഈ ചാനലിൽ വന്ന് കണ്ട് അപ്പം തന്നെ ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ വന്ന് കയറിയ ആൾക്കാരില്ലേ. ഒരുപാട് ആൾക്കാർ കുറേ വർഷമായിട്ട് ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് ദുരിതം അനുഭവിച്ച് നടന്നിട്ട് ഇപ്പോഴും കിട്ടാതെ മറ്റു പല ജോലിയിലേക്ക് തിരിഞ്ഞ ആൾക്കാരുണ്ട്. അന്ന് ഈ ചാനലോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് അവരൊക്കെ കയറി വരട്ടെ, അവർക്കൊക്കെ അവസരങ്ങൾ ഉണ്ടാവട്ടെ. തീർച്ചയായും അത് പറയുമ്പോഴാണ് ഒരുപാട് പേര് ഇങ്ങനെ സിനിമയിൽ വന്നു പോകുന്നവരുണ്ട്. ആദ്യത്തെ സിനിമ ഒരുപാട് പ്രതീക്ഷയോടായിരിക്കും വരുന്നത്. ഞാൻ എൻ്റെ മുഖം എല്ലാവരും അറിയും, ഞാൻ എൻ്റെ അധ്വാനം അറിയും, എൻ്റെ സ്വപ്നം നടക്കും എന്നാഗ്രഹിച്ചു വരും. പക്ഷെ പിന്നീട് ആരും അവരെ കാണാറില്ല. ഈ പറഞ്ഞ പോലെ സിനിമയുടെ കുത്തൊഴുക്കി പോകുന്നോണ്ടാവാം എപ്പോഴെങ്കിലും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അല്ല, നമ്മളുടെ ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നിൽക്കാൻ പറ്റും. പിന്നെ സിനിമയിൽ വരാൻ എല്ലാവർക്കും എളുപ്പമാണ്, സിനിമയ്ക്ക് അഭിനയിക്കാൻ പറ്റും, വന്ന് ജോയിൻ ചെയ്യാം. പക്ഷെ നിലനിർത്തിക്കൊണ്ട് പോകുക എന്നുള്ളതാണ് വലിയൊരു എല്ലാം തരണം ചെയ്യണം. അതെ അനുചേച്ചി, അതായത് ഇപ്പം നല്ലൊരു പ്രൊഫഷൻ കളഞ്ഞിട്ടാണ് ഈ സിനിമയിലോട്ട് ഇറങ്ങിയത്. അതായത് ഇപ്പം എല്ലാവരും സിനിമ എന്ന് പറയുമ്പോൾ ഒരു എന്താ IT ജോബ് പോലെ അല്ലെങ്കിൽ മാസം ഇത്ര രൂപ കിട്ടുന്ന ഒരു സാലറി ജോബ് അല്ല. വർക്കിന് വരുമ്പോൾ അതിന് പേയ്മെന്റ് കിട്ടുക എന്നുള്ളതേ ഉള്ളൂ. ഏതെങ്കിലും ഒരു പോലെ നമ്മളെക്കാളും ഇഷ്ടം നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നവരായിരിക്കും. നമുക്ക് ചുറ്റുമുള്ളവരെ കെയർ ചെയ്യുക, അവർ സേഫ് ആയിട്ടിരിക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ കെയറിങ്, നമ്മുടെ പ്രയോറിറ്റി കൂടുതൽ. ഏതെങ്കിലും പോയിന്റ് എന്തിനാണ് ജോബ് കളഞ്ഞിട്ട്, എന്തിനാണ് നമുക്ക് സേഫ് ഒരു ബാക്കപ്പ് ഇല്ലേ എന്ന് ചോദിച്ചിട്ടില്ലേ? ഉണ്ട്, ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത്. എൻ്റെ അച്ഛൻ തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അച്ഛൻ മാർഷൽ ആർട്സിലുണ്ട്. അച്ഛനോട് പറയാം എൻ്റെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടരുത്. അല്ല, എനിക്ക് ഹസ്ബൻഡും ഉണ്ട്. ആ ഹസ്ബൻഡ് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാനത് വിട്ടിട്ട് ഇൻഡസ്ട്രിയിലേക്ക് വന്ന സമയത്ത്, വിട്ടിട്ടല്ല വന്നത്, ഓൾറെഡി ഇൻഡസ്ട്രിയിൽ അതിൻ്റെ ശേഷമാണ് അത് സ്റ്റോപ്പ് ചെയ്തത്. എന്താ വെച്ചാൽ നമുക്ക് പ്രോപ്പർ ടൈമിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. സ്കൂളിലെ ക്ലാസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് ഇപ്പോൾ വീക്ക്ലി 2 days ആണ് ഈ ക്ലാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പം ആ ഡേറ്റിൽ വല്ല ഷൂട്ടോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അറ്റ് എ ടൈം നമുക്ക് എടുക്കാൻ പറ്റില്ല ക്ലാസ്. അപ്പോൾ സ്കൂളിൽ ഒരു 1000 പിള്ളേരുണ്ടെങ്കിൽ അവർ ഈ വീക്ക്ലി 2 days ക്ലാസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ എനിക്ക് ആ സമയത്ത് ഷൂട്ട് ഉണ്ടാകുമ്പോൾ ഞാൻ ക്ലാസ് അപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ഷൂട്ടിന് പോയിട്ടുള്ളത്. എന്താ വെച്ചാൽ അത്ര ഇഷ്ടമായി ഇപ്പോൾ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, ഒരു പാഷനായി എനിക്ക്. അതുകൊണ്ടാണ് അത് സ്റ്റോപ്പ് ചെയ്തത്. ഞാൻ എക്സ്പെക്ട് ചെയ്യാത്ത ഒരാളാണ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. എന്താ വെച്ചാൽ എൻ്റെ ഒരു മാനറിസം ബോഡി ഇങ്ങനെയല്ലായിരുന്നു ഞാൻ. എൻ്റെ ഇൻസ്റ്റ FB എന്തെങ്കിലും നോക്കിയാൽ കാണാൻ പറ്റും. ഞാൻ ഫുള്ളി മോർണിംഗ് ഈവനിങ് ഫുള്ള് വർക്കൗട്ട് ചെയ്ത് വെയ്റ്റ് ലിഫ്റ്റിംഗ്, അത്ലറ്റിക്സ്, ഹർഡിൽസ്, ലോങ് ജമ്പ്. അപ്പോൾ അവരുടെ ബോഡി ഇങ്ങനെയായിരിക്കും ഊഹിച്ചാൽ അറിയാം. പക്ഷേ ഇത് ഉള്ളിലുണ്ടായിരുന്നു. കല എന്ന് പറയുന്ന സാധനം. ഇപ്പോൾ ഒരു ഡാൻസ് കാണുകയാണെങ്കിൽ, പാട്ട് കേൾക്കുകയാണെങ്കിലൊക്കെ ഞാൻ ഓട്ടോമാറ്റിക് അതിലേക്ക് പോകുന്ന ഒരാളാണ്. അപ്പോൾ ഹസ്ബൻഡും അത് ശ്രദ്ധിച്ചിട്ടുണ്ട്.
അങ്ങനെയാണ് ഞങ്ങളൊരു പ്രോഗ്രാമിന് പോയ സമയത്ത് അവിടെ ഇരുന്ന ഒരാൾ ചോദിച്ചതാണ്, മാധവി എന്ന് പറയുന്ന മൂവിയുടെ ഒരു ഇതിന് പോയതായിരുന്നു പ്രോഗ്രാമിന്. അപ്പം വിനീതേട്ടൻ സ്റ്റേജിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ നിന്ന് ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എനിക്കറിയില്ല ഡയറക്ടർ ആരാന്ന് അറിയില്ലെന്ന്. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു, മോളെ ആ ബൊക്കെ ഒന്ന് വിനീതിന് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ എന്നെ എല്ലാമുള്ള രീതിയിൽ ബാക്കിലേക്ക് നിന്നെ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, സോറി ഞാൻ ആർട്ടിസ്റ്റ് അല്ല, ഞാനിത് ഇവരെ ആളെ കാണാൻ വേണ്ടി വന്നപ്പം നിന്നപ്പോൾ കുഴപ്പമില്ല, ഞാൻ ബൊക്ക കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഫസ്റ്റ് ഞാൻ ഫ്രെയിമിൽ കയറിയിട്ട് വിനീതേട്ടൻ്റെ ബൊക്ക കൊടുക്കുന്നു. പിറ്റേ ദിവസം ക്ലാസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടി പോയ സമയത്ത് അവിടെ സോങ് ഷൂട്ട് നടക്കുന്നു. ആ സോങ്ങിൽ എന്നെ കൊണ്ട് നിർത്തിയവർ, അതായത് ഹീറോയിൻ്റെ കൂടെ എന്നെ കൊണ്ട് നിർത്തി. അങ്ങനെയാണ് ഫസ്റ്റ് ഞാൻ ഫ്രെയിമിൽ വരുന്നത് മാധവി എന്ന് പറയുന്ന മൂവിയിൽ. അന്ന് ഇങ്ങനെയല്ല, വേറൊരാളാണ് അങ്ങനെ വരുന്നത്. പിന്നെ അതിന് ശേഷം ഞാൻ മേരെ പേരെ ദേശവാസി എന്ന് പറയുന്ന പടത്തിൽ നീനേച്ചിയുടെ മരുമകളായിട്ട്, നീനാക്കുറുപ്പിൻ്റെ മരുമകളായിട്ട് വന്നു. അവിടെ ഞങ്ങളുടെ ഇപ്പം ശൈചേട്ടൻ പറഞ്ഞ മാതിരി ആ ക്യാരക്ടർ വരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ള തോന്നലുള്ളത് കൊണ്ടായിരിക്കാം എനിക്ക് വേഷങ്ങൾ വന്നു തുടങ്ങിയതും. പിന്നെ വൈറസ്, കപ്പേള അങ്ങനെ അങ്ങനെ വന്നു. പക്ഷെ ചെയ്ത എല്ലാ പടങ്ങളും ശ്രദ്ധിക്കപ്പെട്ട പടങ്ങളാണ്. എന്നെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ആ പടങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എണ്ണി പറയാവുന്ന എല്ലാ പടങ്ങളും നല്ല പടങ്ങളാണ്. ഇപ്പം റീസെൻ്റ്ലി വാഴ വരെ റിലീസായത് നല്ല പടങ്ങൾ. അപ്പം എന്നോട് പലരും ചോദിക്കാറുണ്ട്, അനുവിന് എന്തോ രാശിയുണ്ട്, അനു ചെയ്യുന്ന പടങ്ങളെല്ലാം ഹിറ്റാവുന്നുണ്ട് അങ്ങനെ പറയാറുണ്ട് എൻ്റെ അടുത്ത്. എല്ലാം അങ്ങനെ ഒത്തിരി പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഇപ്പം വാഴ ചെയ്തു, അതിന് മുന്നേ ചെയ്ത എല്ലാ പടങ്ങളും ഇങ്ങനെ എടുത്തെടുക്കുകയാണെങ്കിൽ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് പടങ്ങൾ എന്ന് പറയാറുണ്ട്. അങ്ങനെ ആവട്ടെ. ഞാൻ ഉദ്ദേശിച്ച വെറുതെ കറക്റ്റ് ആളെ ചൂസ് ചെയ്തേ. ജയിച്ചേട്ടാ, ഇപ്പൊ നമ്മള് പാട്ടും കളിയൊക്കെ പറയുമ്പോഴേക്കും ജയിച്ചേട്ടാ നല്ലൊരു പാട്ടുകാരനാണ്. ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി. ഞാനാ? പിന്നെ സത്യം അല്ല, പാട്ട് പാടാന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ദാസേട്ടനോട് ചോദിച്ചാലും പറഞ്ഞൊരു പാട്ട് പാടുന്നുണ്ടപ്പോൾ ദാസേട്ടനും ആലോചിക്കും പാട്ട് പാടുന്നു ഇങ്ങനെ. അല്ല, അത് ഉണ്ടാവും എന്തായാലും. പാട്ട് ചെയ്തിട്ടൊക്കെ ഞാൻ പാടാം. ഇപ്പം നമ്മൾ സംസാരിച്ച് പോവുക, പാടാം, പാട്ടും പാടാം. അവസാനം നമുക്കൊരു പാട്ട് പാടി. പിന്നെ തീർച്ചയായിട്ടും. അപ്പം പ്രതിഭ ട്യൂട്ടോറിയൽ ഇപ്പം അതിന്റെ ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ അറിയാം, നല്ല അടിപൊളി വൈബുള്ള. കാരണം നമ്മുടെ ഓണത്തിലൂടെയാണ് ഇറങ്ങുന്നത്. നല്ലൊരു സദ്യക്ക് നല്ലൊരു കൂട്ടുകറി ആയിരിക്കും പ്രതിഭ ട്യൂട്ടോറിയൽ. എല്ലാ സിനിമക്കും നീ തന്നെ ഇരുന്നാൽ മതിട്ടാ, നീ പ്രത്യേക വൈബാ അല്ലേ പറയണത്. ഭയങ്കര ഭയങ്കര അടിപൊളിയാട്ടാ. അല്ല, ഞാൻ സീരിയസ്ലി പറഞ്ഞതാ. അല്ല, നമ്മളൊന്ന് ഡള്ളായി പോയ അപ്പം ശരിയാ, നല്ല കാര്യം. പ്രൊഡ്യൂസറായിട്ട് വേറെ വല്ല സെറ്റപ്പ് ഉണ്ടോ? പക്ഷെ എന്തായാലും പറഞ്ഞതുപോലെ തന്നെയാണ്. നമ്മളിപ്പോൾ കൊച്ചു പടം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനൊരിക്കലും ഡീഗ്രേഡ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ എല്ലാ പടങ്ങളും വന്നത് എല്ലാ പോലെ ഒരു റൈറ്റർ നല്ല രീതിയിൽ എഴുതി ഒരു നല്ല ഡയറക്ടർ സംവിധാനം ചെയ്തിട്ടാണ് വന്നത്. നമ്മൾ എന്ത് പറഞ്ഞാലും കറി ഉണ്ടാക്കിയാലും നമ്മൾ ചിക്കൻ, മട്ടൺ, ബീഫ് എന്താ ഉണ്ടാക്കിയാലും ഉപ്പില്ലെങ്കിൽ പണി പാളും. അതുപോലെ തന്നെ എല്ലാ രീതിയിലും എല്ലാ മേഖലയിലും വന്ന സിനിമകളെല്ലാം ഒരുപോലെയാണ്. അപ്പം നമ്മൾ കൊടുക്കുന്നതും ഇത്ര 10 രൂപ കൊടുത്ത് മേടിക്കുന്ന സാധനം 25 രൂപ കൊടുത്ത് മേടിക്കുന്ന സാധനം തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ രണ്ടും ഒരേ ഉപയോഗത്തിനാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ട് പ്രതിഭ ട്യൂട്ടോറിയൽ എന്ന സിനിമ ഫുൾ എൻ്റർടൈനറാണ്. കാരണം ഫാമിലിയായിട്ട് ഒന്നിച്ചിരുന്ന് കാണാൻ പറ്റിയ സിനിമയാണ്. അതുപോലുള്ള സിനിമകൾ ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. തീർച്ചയായും ഫാമിലിക്ക് ഇപ്പോൾ എല്ലാം ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നെങ്കിലും ഒന്ന് ചിരിച്ചിറങ്ങി സന്തോഷിച്ച് ഇറങ്ങാൻ പറ്റുന്ന നല്ല സിനിമയുണ്ടെങ്കിൽ പ്രേക്ഷകർ നല്ലോണം ആസ്വദിക്കുന്ന ഞാൻ കരുതുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതുപോലെ സിനിമയായി മാറട്ടെ. അപ്പോൾ ഞാൻ വെറുതെ ചോദ്യം ചോദിക്കാം. ഇപ്പം ദൈവം അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ആൾ വന്നിട്ട്, കഴിവുള്ള ഒരാളൊന്ന് ഭയങ്കര അനുസരിച്ചുള്ള ആൾ വന്നിട്ട് നിങ്ങളോട് പറയുവാണ്, നാളെ മുതൽ നിങ്ങളുടെ ലൈഫ് ഇതുവരെ ഉള്ളതുപോലെ ആയിരിക്കത്തില്ല, ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്, പക്ഷെ നിങ്ങൾ ഇതുവരെ ജീവിച്ച ജീവിതത്തിലെ ഒരു ഓർമ്മ നിങ്ങൾക്ക് സൂക്ഷിക്കാം, അത് വെച്ച് നിങ്ങൾക്ക് തുടങ്ങാം എന്ന് പറയുകയാണെങ്കിൽ എന്ത് ഓർമ്മയായിരിക്കും നിങ്ങൾ സൂക്ഷിക്കുക? ഞാൻ പറയുവാണെങ്കിൽ എൻ്റെ പഴയ കാലം, എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ കൂടപ്പിറപ്പങ്ങളുമായിട്ട് ജീവിച്ചൊരു കാലമുണ്ട്. എൻ്റെ അച്ഛനും അമ്മയൊക്കെ കഷ്ടപ്പെട്ട് ഞങ്ങളെ വളർത്തുന്ന ഒരു ടൈമിൽ ഞങ്ങൾ 10 മക്കളാണ് ഒരു ഹോളിൽ കിടക്കണം. ചാള ഉണക്കാനിട്ടേക്കണ പോലെ ഇങ്ങനെ കിടക്കണം. അതുപോലെ കിടക്കാനും അതുപോലെ സൗഹൃദമായിട്ട് ജീവിക്കാനും ഈ വയസ്സ് വരെ വീണ്ടും ഒന്നുകൂടെ പോരാൻ ഞാൻ ആഗ്രഹിക്കും. ആ ജീവിതം, അന്നത്തെ ആ ജീവിതം ഇല്ലേ, അതിലേക്ക് തിരിച്ചു പോകണം. എന്തുകൊണ്ടാണ് അങ്ങനെ ചൂസ് ചെയ്യുന്നത്? അതെനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം ഞാനും വൈഫ് മാത്രം താമസിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ആ പഴയ ഓർമ്മകളും കാരണം ഒന്ന് ചേർത്ത് നിർത്താൻ നമ്മൾ കൂടപ്പുറപ്പങ്ങൾ അത് ഇല്ല ഇപ്പോൾ നമുക്ക്. അപ്പോൾ അത് ഒന്നുകൂടെ പോകാനായിട്ട് ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ അതിലേക്ക് പോകാൻ എൻ്റെ ആഗ്രഹം. കുംഫു പറയാം. അയ്യോ, എനിക്കെന്ന് വെച്ചാൽ എൻ്റെ സ്കൂൾ ലൈഫ് തന്നെയാണ് ഇഷ്ടം. എൻ്റെ സ്കൂൾ ലൈഫ് അന്ന് കഞ്ഞി ഉണ്ടായിരുന്നു. ഫാമിലി ആയിരുന്നു. അല്ല, എനിക്ക് കിട്ടില്ലായിരുന്നു. അത് എന്താ പറയുക, ഞാനോർത്ത് അന്നേ ഷുഗറുണ്ട്. അങ്ങനെ ഉണ്ടാവില്ല. അന്ന് അങ്ങനെയൊന്നുമില്ല, ആവശ്യമുള്ളവർക്ക് എല്ലാവർക്കും കൊടുക്കും. ഞാൻ പഠിച്ച സ്കൂളിൽ അങ്ങനെയായിരുന്നു. അപ്പൊ കട്ട് തിന്നണം. പക്ഷെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കഞ്ഞി. ഞാൻ വീട്ടിൽ നിന്ന് അമ്മ തരുന്ന ചോറ് കഞ്ഞി വാങ്ങുന്ന കുട്ടിയൊക്കെ കൊടുത്തിട്ട് അവരെ കയ്യിൽ നിന്ന് ഞാൻ ആ കഞ്ഞി വാങ്ങിയിട്ട് കഞ്ഞിയും
പയറും ഉണ്ടാവും. അത് ഞാൻ കഴിച്ചിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു സ്കൂളിലെ കഞ്ഞി. ഞാൻ ചോറ് അത് കിട്ടില്ല സ്കൂളിൽ. ശരിക്കും അതൊക്കെ ഇല്ലാന്ന് ഞാനൊക്കെ ചത്തുപോയേനെ. പിന്നെ അത് അങ്ങനെ സ്കൂൾ തൊട്ടേ ചെറിയ ക്ലാസ് തൊട്ടേ അങ്ങനെയല്ലേ വന്നത്. അത് മേടിച്ച് കഴിച്ചിട്ടുണ്ട് ഞാൻ. ഇപ്പം സ്കൂൾ ലൈഫ് ഇഷ്ടമാണ്. പിന്നെ എൻ്റെ ഒരു ജോയിന്റ് ഫാമിലി ആയിരുന്നു. 5 വലിയച്ഛന്മാർ, അവരുടെ മക്കള്, അങ്ങനെ ഒത്തിരി പേരുള്ള ഒരു വലിയ ഫാമിലി ആയിരുന്നു. അച്ഛൻ റെയിൽവേ എംപ്ലോയി ആയിരുന്നു, അച്ഛൻ ഒരു അടുത്തുള്ള സ്ത്രീ ആയിരുന്നു. അപ്പം ആ ഒരു ഫാമിലിയിൽ ജീവിച്ചിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് വലിയ ഒരു ഇതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഹോസ്റ്റലിൽ സ്പോർട്സിലായതുകൊണ്ട് അതെ. അപ്പൊ എനിക്ക് അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാൻ എനിക്കൊരു ലൈഫ് കിട്ടുവാണെങ്കിൽ ഈ സിസ്റ്റം അല്ലെങ്കിൽ ആ ലൈഫ് എനിക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ വലിയ ആഗ്രഹം. എനിക്ക് ഒന്നോടെ തിരിച്ച് ജീവിച്ചു സ്കൂൾ തൊട്ട് നേരെ ഇങ്ങോട്ടും. അല്ല, അതാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ഓർമ്മയിലെ ഏറ്റവും നല്ല ദിവസങ്ങളൊക്കെ അന്നത്തെ കാലഘട്ടം. അല്ലാണ്ട് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ബാല്യമില്ല. ബാല്യമില്ല, ഇവരെ മോൾഡ് ചെയ്തെടുക്കും ഇപ്പം. കാരണം പണ്ടും വക്കീലും ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ പാടത്ത് കളിച്ചിട്ടൊക്കെയാണ് ഈ എഞ്ചിനീയറൊക്കെ ഉണ്ടാക്കണം. ഇപ്പോഴും അതിനുവേണ്ടി ഞങ്ങൾ കഷ്ടപ്പെട്ട് പഠിപ്പിക്കണുള്ളൂ. ഞാൻ വീട്ടിൽ കൊച്ച് രാവിലെ 6 മണിയാകുമ്പോഴത്തേക്ക് സ്കൂളിൽ പോകണം, വന്ന് ഈ വീട്ടിലേക്ക് കയറുമ്പോൾ ബാഗ് ഇടുമ്പോൾ തന്നെ അവിടെ നിന്ന് കുളിക്കടാ പോയി കുളി കഴിച്ച് വരുമ്പോൾ അപ്പോൾ തന്നെ എന്തെങ്കിലും വാരി വലിച്ച് തിന്നാൻ കൊടുക്കും. പിസ്സ എന്ന് പറഞ്ഞു വലിച്ച് നീട്ടി കഴിഞ്ഞാൽ അവിടെ ഈ മുറിയിൽ ഈ കൊച്ചിന് ഇവിടെ കൊടുക്കാം, മറ്റേ കൊച്ചിന് അപ്പുറത്തെ മുറിയിൽ കൊടുക്കാം വലിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ. അതേപോലെയൊക്കെ തീറ്റിച്ചിട്ട് വീണ്ടും ക്ലാസ്. ഇവർക്കൊന്നും ജീവിതമില്ല, ബാല്യമില്ല. ബാല്യം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. അതാണ് എനിക്കത് ഇതൊക്കെ വെളിയിൽ പോയി കഴിയുമ്പോഴും സ്വന്തം മക്കളെയും കൊച്ചുമക്കളെയും കാണാൻ വേണ്ടിയിട്ട് ഫോണും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്ന മാതാപിതാക്കളെയും ഗ്രാൻഡ് പേരൻസിനെയും വല്ലാത്തൊരു അവസ്ഥയാണത്. നമ്മൾ കൊണ്ടുപോകണ ഇപ്പോൾ ടൈമാണ്. നമ്മൾ സമയത്തിൽ മാത്രം നമ്മൾ ശ്രദ്ധിക്കണുള്ളൂ. ഇപ്പോൾ നമ്മുടെ വീട് എന്ന് പറഞ്ഞാൽ ലോഡ്ജ് സിസ്റ്റമാണ്. രാവിലെ വീട്ടിൽ നിന്ന് രാവിലെ എണീറ്റ് വരുന്നു, ഹായ് എന്തുണ്ട് ഇന്നെവിടെ ആയിരുന്നു, ഓക്കെ, നേരെ കുളി കഴിഞ്ഞു വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, വൈകിട്ട് കാണാട്ടാ, ഓക്കെ പിരിഞ്ഞു. വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും വരുന്നു, നേരെ വന്ന് ചായ കുടിക്കുന്നു, കുളിച്ച് ഡിന്നറും കഴിച്ചിട്ട് അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ്. ഇത്ര ഉള്ളൊരു ലോഡ്ജ് സിസ്റ്റമോ. ഒരു വീട്ടിലൊരു 1 മണിക്കൂർ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കണം എന്തെങ്കിലും ദിവസം ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ വീട്ടിലുണ്ടോ? വളരെ കുറവാണ്. അപ്പം അതൊക്കെ അതില്ലാണ്ടാകുമ്പോഴാണ് വീട്ടിലെ കുട്ടികളുടെ മാറ്റങ്ങൾ അച്ഛനമ്മ അറിയാണ്ട് വന്നത്. ഇവരെങ്ങോട്ട് പോകണം, എന്താണ് അവരുടെ സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ അറിയാതെ വന്നത്. അപ്പോൾ ഒരു ദിവസം ഒരു 10 മിനിറ്റെങ്കിലും ഒന്നിച്ചിരുന്ന് സംസാരിച്ച് എൻ്റെ മോൻ എങ്ങനെ, എൻ്റെ മോൾ എങ്ങനെ, അവളുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അവരുടെ വിശേഷം ചോദിച്ചാൽ മതി. അവർ സ്കൂളിൽ വിട്ട് വന്നാൽ അവരുടെ വിശേഷം ഒന്നന്വേഷിച്ചാൽ മതി. അപ്പൊ നമുക്ക് കുറെ അവരുടെ നിന്ന് കിട്ടും. ഞാൻ ലക്കിയെന്ന് പറഞ്ഞു. എല്ലാ ദിവസവും ഞാൻ വിളിച്ചില്ലേലും എന്നെ വീട്ടിൽ നിന്ന് വിളിക്കും. എന്താണ് വിളിക്കാത്ത സംസാരിക്കാൻ. അത് കറക്റ്റ് ആയിട്ട് പൈസ കൊടുക്കേണ്ടടുത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ വിളിക്കും. മോനെ അവര് വിളിച്ചിട്ട് മറ്റേ പൈസ ഇട്ട് കൊടുക്കണം കേട്ടോ. അല്ല, അതൊക്കെ ഒരു ഭാഗ്യമാണ്. നമ്മൾ ഈ ഇപ്പോഴത്തെ കുട്ടികളുടെ പ്രശ്നങ്ങളും അവർ വീട്ടിൽ കിട്ടാത്ത വേറെ എന്തോ തേടിയാണ് കൂട്ടുകൂടി പോണത്. നമ്മൾ സ്കൂളിലേക്ക് പോകണം, കുട്ടികൾ സ്കൂളിലേക്ക് പോകണുണ്ട്, ബാഗും തൂക്കി ക്ഷീണിച്ചങ്ങനെ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ടക്കേന്ന് പറഞ്ഞ് ഓട്ടിയാണ്. എന്താ നമ്മുടെ വീട് അത് അവർക്ക് ഭയങ്കര സ്കൂളിനേക്കാളും ഹെവിയാണ്. ഇവിടെ വരുമ്പോഴത്തേക്ക് മോൻ ഓടി വന്നിട്ട് അമ്മയെന്ന് വിളിക്കുമ്പോൾ ആ ചെല്ല് മാനോ കുളിക്ക് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകും. ഇത് വരുമ്പോഴാണ് കുട്ടികൾ പുറത്തായിട്ട് ഇറങ്ങുന്നത്. ഇവിടെ കിട്ടാത്ത എന്തൊക്കെയോ അവർക്ക് പുറത്ത് കിട്ടുന്നുണ്ട്. പണ്ട് സ്കൂൾ ബസ്സിലായിരുന്നു യാത്ര ചെയ്തുകൊണ്ടിരുന്നാണോ? അല്ലല്ല, സ്കൂൾ ബസ്സിലല്ലേ പോകുന്നു കുട്ടികളെ. വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് കയറുന്നു, വീടിന്റെ ഫ്രണ്ടിൽ ഇറങ്ങുന്നു. പണ്ട് അങ്ങനെയല്ല, ഇവിടുന്ന് നടന്നു പോയി ബസ് കയറി, ഇനിയിപ്പം ലോങ്ങിലാണെങ്കിൽ ബസ് കയറി അവിടുന്ന് ഇറങ്ങി വന്നു, പിന്നെ ബസ് കയറി അവിടെ ഇറങ്ങി, പിന്നെ ഇടവഴിയിലൂടെ പോയി വീട്ടിലെത്തി. ഇപ്പൊ വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് കയറുന്നപ്പോൾ കുട്ടികൾ ആരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നില്ല. 15 വയസ്സിൽ ഷുഗറും കൊളസ്ട്രോളൊക്കെ വരും. ഇല്ലാത്ത അസുഖങ്ങളൊന്നും ഇല്ല ഇപ്പൊ. അതിനുവേണ്ടി തന്നെ കുറെ മെഡിസിൻസും കുറെ ആരോഗ്യമില്ല, ഒന്നുമില്ല. കഴിയുന്നത് ഇപ്പൊ ഷോ കാണിക്കാനാണെങ്കിലും പേരൻസ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്ന പരിപാടിയുടെ പേര് ആരോഗ്യരംഗം എന്നാണ്. ആരോഗ്യരംഗം എന്നാണ് സംഭവം പറഞ്ഞ് വേറെ രീതിയിലേക്ക് മഞ്ഞപ്പിത്തത്തിന്റെ മരുന്ന് ഞങ്ങൾ കുടിക്കുന്നു. അല്ല ചേട്ടാ, സിനിമ അവിടെ വെക്കട്ടെ, മരുന്ന് കണ്ടുപിടിച്ചിട്ടിരിക്കുമ്പോഴേ. അപ്പൊ എന്തായാലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടോ, എല്ലാം മാറി വരികയും നല്ലൊരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവുന്ന പ്രതീക്ഷ. അപ്പോൾ പ്രതിഭ ട്യൂട്ടോറിയൽ പ്രഷറിലേക്ക് എത്തുകയാണ്. പ്രതീക്ഷകളാണ് പ്രഷർ. അല്ല, നമുക്ക് ഒത്തിരി പ്രതീക്ഷയുണ്ട്. കാരണം ഒത്തിരി നല്ല ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ ഞാൻ കാണുന്നത് ഒരു സിനിമയിൽ ഇത്രയും ദിവസം അഭിനയിച്ചതാണ്, വലിയ ക്യാരക്ടർ ചെയ്തേക്കണം. പക്ഷേ ഞങ്ങൾ കോമ്പിനേഷൻ സീനില്ലായിരുന്നു. പിന്നെ പറയുമ്പോഴേ ഞാൻ അറിയുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ കുറേ പേരുടെ പ്രതീക്ഷയാണ്. ഇപ്പോൾ ഞാനടക്കമുള്ള എല്ലാ ആൾക്കാരും പ്രതീക്ഷയാണ്. പുതിയ കുറേ കുട്ടികൾ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരുടെ എല്ലാവരും വലിയ പ്രതീക്ഷയാണ്. അപ്പോൾ അവരുടെ മുമ്പോട്ടുള്ള ട്രാവലിങ്ങിന് ഏറ്റവും സപ്പോർട്ടായിട്ട് ജനങ്ങൾ ഉണ്ടാവണം. ഈ പടം ഇരുകൈ നീട്ടി സ്വീകരിക്കണം. കാരണം ഓണസദ്യ എല്ലാവരും തരുമ്പോൾ അല്ലേ, അവരെല്ലാ വലിയ പടങ്ങളും ഓണസദ്യയായിട്ട് തന്നെ ഉണ്ട്. ഞങ്ങൾ അതിനിടെ പപ്പടമായിട്ട് കരുതിയാൽ മതി. പക്ഷേ ഈ പപ്പടം ഉണ്ടെങ്കിലേ പായസം കുടിക്കാൻ പറ്റുള്ളൂ. അത് ലാസ്റ്റ് ഞങ്ങൾ പൊടിക്കാൻ വേണ്ടി വെച്ചേക്കണം. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള സിനിമകളെ സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ എന്തായാലും കുറേ ചെറിയ സിനിമകളൊന്ന് ഹിറ്റായിട്ട് പോകുന്നുണ്ട്.
അപ്പോൾ അതുപോലെ ഞങ്ങളുടെ ഈ കൊച്ചു പടവും ഒന്ന് ഹിറ്റാക്കി തരണം. തീർച്ചയായും പ്രതിഭ ട്യൂട്ടോർ വലിയൊരു ഹിറ്റ് ആവട്ടെ. ഇനി ഒരുപാട് ചിത്രങ്ങൾ നിങ്ങളെ കാണാൻ സാധിക്കും, ഒരുപാട് കഥാപാത്രങ്ങൾ നിങ്ങളെ അതെ. അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഇത്രയും സമയം ഞങ്ങൾക്ക് എടുത്തതിനെ താങ്ക് യു സോ മച്ച്. അപ്പോൾ നിർത്തുന്നതിന് പാട്ട് ഞാനത് മറന്നു എന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പം എന്തായാലും നമ്മളുടെ സിനിമ ഓണത്തിനുള്ള റിലീസാണ്. അപ്പോൾ ഒരു ഓണപ്പാട്ടിൻ്റെ 2 വരി ഞാൻ പാടാം. അടിപൊളി. കാരണം ഞങ്ങളൊക്കെ ഈ നാടൻ പാട്ടും ഇതുമായിട്ട് നടക്കുന്ന ആൾക്കാരാണ്. അപ്പം ഞങ്ങളുടേതായിട്ടുള്ള ഓണപ്പാട്ടുകളുണ്ട്, അതിൻ്റെ ഒരു 4 വരി പാടാം. പൊന്നോണം വരാനിരിക്കണ് പടിവാതിലിൽ, പൊന്നാരം മേനി തുടിക്കണ് വയലേലകളിൽ, ഞങ്ങൾ പാടിക്കൊയ്യും വയലേലകളാകെ, ഞങ്ങൾ പാടിക്കൊയ്യും വയലേലകളാകെ, ഞങ്ങൾ തന്നെ വിതച്ചു ഞാറു നട്ടു. അടിപൊളി. അപ്പൊ നല്ലൊരു ഇതൊക്കെ പാടത്തിൽ എന്നൊക്കെ പറഞ്ഞ നല്ല അടിപൊളി വോയിസ്. എന്തായാലും പടം സൂപ്പർ ഹിറ്റ് ആവട്ടെ കേട്ടോ. താങ്ക് യു സോ മച്ച്. കൂടുതൽ വീഡിയോസിനായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.